കാലാവസ്ഥാ പ്രവചനങ്ങൾ ശരിവെച്ച് മധ്യവേനൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കടുത്ത ചൂടിലേക്ക് നീങ്ങുകയാണ് പ്രകൃതി. കേരളത്തിലെ കാലാവസ്ഥയിൽ ചൂടിനോടൊപ്പം തന്നെ ഉയർന്ന ഹ്യൂമിഡിറ്റിയും വലിയ രീതിയിൽ വില്ലനാകുന്നു. കടുത്ത ചൂടിനാൽ വലയുകയാണ് ജനങ്ങൾ. വൈകിട്ട് 5 മണിയായാൽ പോലും ചൂടും ഉഷ്ണവും കുറയാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സൂര്യാഘാതം, സൂര്യാതാപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ചൂട് കാരണമാകും. നിർമ്മാണ മേഖലയിലും റോഡ് നിർമ്മാണ ജോലിക്കാർക്കിടയിലും കർശനമായി സമയക്രമീകരണം നടപ്പാക്കുവാനും നിർദ്ദേശം നൽകി. വേനൽ കടുക്കുന്നതോടെ ഇനിയുള്ള ദിനങ്ങൾ കുടിവെള്ളക്ഷാമത്തിന്റേതുമായിരിക്കും. വനനശീകരണവും നഗരവൽക്കരണവും കാരണം പെയ്യുന്ന മഴ ഭൂമിക്കുള്ളിലേക്ക് താഴാതെ കുത്തിയൊലിച്ച് 48 മണിക്കൂറിനുള്ളിൽ തന്നെ കടലിലെത്തുന്നതാണ് പതിവ്. കേരളത്തിലുടനീളം വ്യാപിച്ചു കിടന്ന വയലുകൾ അപ്രത്യക്ഷമാവുകയും തണ്ണീർത്തടങ്ങൾ നികത്തപ്പെടുകയും ചെയ്തതിന്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. വരൾച്ചയുടെ കാഠിന്യവും കുടിവെള്ളക്ഷാമത്തിന്റെ രൂക്ഷതയും വർഷം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. ഇത് നേരിടുന്നതിനുള്ള ദീർഘകാല പദ്ധതികൾ താൽക്കാലികമായ വേനൽ പ്രതിരോധ നടപടികൾക്കൊപ്പം ചെയ്യേണ്ടതുണ്ട്. സൂര്യൻ കത്തിജ്വലിക്കുകയാണ്. ചൂടുകൊണ്ട് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പുറത്തുനിന്ന് ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ സമയം ക്രമീകരണങ്ങളും വരുത്തിയിട്ടുണ്ട്. നിർജ്ജലീകരണം, അതുപോലെ തന്നെ സൂര്യാതാപം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്തേക്ക് തന്നെയാണ് പോകുന്നത്. ചൂടിൻ്റെ ഒരു കാഠിന്യം എത്രത്തോളമാണ് എന്ന് വാക്കുകളിലൂടെയൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാതെ വലയുകയാണ് എല്ലാവരും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.